വീണ് എൻ്റെ തലയിൽ വീണാലായിരുന്നു. കുറേ അങ്ങ് ഒടിഞ്ഞ് വീണു. പൊളിഞ്ഞ് ഒരു പ്രാവശ്യം കുറേ പീസായിട്ടൊന്ന് വീണ്. അപ്പോൾ നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ ഇരിക്കുകയായിരുന്നു. വണ്ടിയുടെ പുറത്ത് വീണില്ല. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ചിറയൻകീഴിൻ്റെ ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിൻ്റെ തന്നെ പ്രധാന വരുമാന മാർഗമായ വലിയകട പൊതുമാർക്കറ്റിലാണ് നിൽക്കുന്നത്. വലിയകട പൊതുമാർക്കറ്റിനോട് ചേർന്ന് വർഷങ്ങളോളം പഴക്കമുള്ള ബിൽഡിങ്ങിന് താഴെ കച്ചവടം നടത്തുന്നവരുടെ അവസ്ഥ പരമ ദയനീയമാണ്. ഇവിടെ പഴയ ബിൽഡിങ്ങുകൾ എല്ലാം തന്നെ തുരുമ്പെടുത്ത് കമ്പികൾ പുറത്തു വന്ന ഷീറ്റുകളെല്ലാം തന്നെ അല്ലെങ്കിൽ സിമന്റ് തന്നെ അടർന്നു വീടുന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോഴത്തെ അവസ്ഥ. ചിറയൻകീഴ് വലിയകടയിലുള്ള ലക്ഷ്മീപുരം മാർക്കറ്റിലെ 50 വർഷത്തോളം പഴക്കമുള്ള ഇരുനില കെട്ടിടം ഏതു നിമിഷവും നിലംപൊത്താറാവുന്ന നിലയിലാണുള്ളത്. ആറ്റിങ്ങൽ ചിറയൻകീഴ് റോഡിൽ പ്രധാന പാതയോട് ചേർന്നാണ് കെട്ടിടം നിലയുറപ്പിച്ചിരിക്കുന്നത്. ഏറെ ജനത്തിരക്കേറിയ പ്രദേശത്ത് ചന്ത കൂടാനെത്തുന്നവരും കച്ചവടക്കാരും ബസ് വാഹന കാൽനട യാത്രക്കാരുമായി ആയിരങ്ങളാണ് കെട്ടിടത്തിന് സമീപത്തു കൂടി നടന്നു പോകുന്നത്. കെട്ടിടത്തിന്റെ 1-ാം നില പൂർണ്ണമായും ജീർണാവസ്ഥയിലായിട്ട് വർഷങ്ങളായി. താഴെ 7ഓളം കടകളും പ്രവർത്തിക്കുന്നു. കെട്ടിടത്തിന്റെ ബലക്ഷയം സമീപ കെട്ടിടങ്ങൾക്കും ഭീഷണി ഉയർത്തുന്നുണ്ട്. കടമുറികളിൽ ഒന്നിന്റെ മേൽക്കൂര തകർന്നു വീണ സംഭവം അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട്. അടുത്ത അവസ്ഥ ഈ മഴ പെയ്താൽ ഇവിടെ ഇരിക്കാൻ പറ്റൂല. അത്രയും പൊത്തടിച്ച് കിടക്കണ സീറ്റ് കണ്ട പൊട്ടി തോടക്കണം. എല്ലായിടവും പൊട്ടിയിരിക്കുന്നു. എപ്പോഴാണ് ഇത് ചൊരിഞ്ഞ് വീഴണമെന്നൊരു ഇതിന്റെ ഇടയ്ക്കൂടെ വെള്ളം ഇനി അത്രയും തെറിച്ച് വീഴുന്നു. എങ്ങനെ ഇരിക്കും? അവരോട് പറഞ്ഞിട്ട് അവർ ഒരു ദിവസവും വന്ന് നോക്കിയിട്ടുമില്ല. ഇത് കണക്ക് നമ്മൾ ഇരിക്കണം. കാലപ്പഴക്കം മൂലം കോൺക്രീറ്റ് മേൽക്കൂര ചോർന്നൊലിക്കുന്ന സ്ഥിതിയായതിനാൽ കെട്ടിടം പൊളിഞ്ഞു വീഴുമെന്ന ആശങ്കയുമുണ്ട്. ഈ ബിൽഡിംഗ് വളരെ കാലം കൊണ്ട് മോശമായിട്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ മഴയത്തൊന്നും വന്ന ആൾക്കാർക്ക് നിൽക്കാൻ പറ്റില്ല. ഈ മെഡിക്കൽ സ്റ്റോറിൻ്റെ സൈഡിൽ നിന്ന് തന്നെ പൊളിഞ്ഞ് ഒരു പ്രാവശ്യം കുറേ പീസായിട്ടൊന്ന് വീണ്. അപ്പോൾ നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ ഇരിക്കുകയായിരുന്നു. വണ്ടിയുടെ പുറത്ത് വീണില്ല. പക്ഷേ ആളാണ് നിന്നിരുന്നെങ്കിൽ വലിയ അപകടങ്ങൾ സംഭവിച്ചത്. ഒരുപാട് വർഷമായി അപ്പുറമൊക്കെ ഒരുപാട് പൊളിഞ്ഞിരിക്കുകയാണ്. കുറേ കാലം കൊണ്ട് ഇങ്ങനെ കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്. അത് വലിയ ഡേഞ്ചറാണ്. ജനങ്ങൾക്ക് വലിയ ഡേഞ്ചറാണ്. അതുമല്ല ഈ വലിയടയിൽ എപ്പോഴും ജനമാണ്. സദാസമയം ജനമാണ്. വൈകിട്ടായാലും പകലായാലും എപ്പോഴും ജനമാണ്. പിന്നെ ഞങ്ങളൊക്കെ വണ്ടി കൊണ്ടുപോയിക്കുന്ന ഈ ചാരുവകളിലാണ്. ജീർണാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ച് പുതിയത് നിർമ്മിക്കുമെന്ന് അധികൃതർ വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചെങ്കിലും നിർമ്മാണ നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വർഷങ്ങളായിട്ട് സമീപവാസികളുടെ ആവശ്യമാണ് ഈ ബിൽഡിംഗ് ഒന്ന് മാറ്റി പണിയുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാലാവധി ലൈഫ് സ്പാൻ കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള ബിസിനസ്സുകാരും മറ്റുകാർക്കൊക്കെ ഇത് നിലനിൽക്കുന്നതിൽ താല്പര്യം ഉണ്ടായിരിക്കും. പഞ്ചായത്ത് പലാവൃത്തി ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളതാണ്. പലപ്പോഴും പിന്നിൽ നിന്നുള്ള ശ്രമങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഇത് കാലതാമസം വരുന്നതെന്നാണ് പരിപൂർണമായ എൻ്റെ വിശ്വാസം. എത്രയും പെട്ടെന്ന് ഈ ബിൽഡിങ്ങുകളെല്ലാം തന്നെ പൊളിച്ചു മാറ്റി പുതിയ ബിൽഡിംഗ് പണിയണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ സുദർശനോടൊപ്പം സതീഷ് കണകര, ഭാരത് വിഷൻ.